നിതീഷ് കുമാറിനെ ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ എത്തിക്കാൻ വേണ്ടിയുള്ള ശക്തമായ നീക്കവുമായി തേജസ്വി യാദവ് മുന്നോട്ട്. തേജസ്വി യാദവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു, നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിക്ക് അവിഭാജ്യ ഘടകമായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് BJP നേതൃത്വത്തിന്റെ കൂടെ പോയത് എന്നറിയില്ല. നിതീഷ് കുമാറിന് ഏറ്റവും പറ്റിയ അവസരമാണിത്. BJPയോട് ശക്തമായി മറുപടി കൊടുക്കാൻ പറ്റിയ നിമിഷം. BJP എപ്പോഴും ഐക്യ ജനതാദളിനെ പിളർക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അത് പറഞ്ഞു തന്നെയാണ് ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ വന്നതുപോലും. മഹാഗഡ്ബന്ധനുമായി ബീഹാറിൽ 2025 ഒരുമിച്ച് അധികാരത്തിലേക്ക് വരണം എന്ന ആഗ്രഹം അതിയായി പ്രകടിപ്പിച്ചിരിക്കുകയാണ് തേജസ്വി യാദവ്. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിലേക്ക് ചേക്കേറിയാൽ ഉണ്ടാകുന്ന ഗുണം രണ്ടാണ്. ബീഹാർ ജനതയ്ക്ക് മാത്രമല്ല, ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് സന്തോഷപ്രദമായ ഒരു കാര്യം കൂടിയായിരിക്കും. നിതീഷ് കുമാറിന് വേണ്ടി തേജസ്വി യാദവ് ഇങ്ങനെ ഒരു ചുവന്ന പരവതാനി വിരിക്കുമ്പോൾ അതിനോട് നോ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ് സത്യം. നിതീഷ് കുമാർ തന്നെ പല വേദികളിൽ തേജസ്വി യാദവിന് അനുകൂലമായി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഭാവിയുടെ വാഗ്ദാനമാണ് തേജസ്വി യാദവ് എന്നും നാളെയുടെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയായിരിക്കും. ബീഹാറിനെ കുറിച്ചും ഇവിടുത്തെ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാരെ കുറിച്ചും നല്ലപോലെ കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ ഉപമുഖ്യമന്ത്രി എന്നും അദ്ദേഹം, അതായത് നിതീഷ് കുമാറും തേജസ്വി യാദവും ചേർന്ന് ബീഹാറിനെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ബീഹാറിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് തേജസ്വി യാദവ് വന്നിരിക്കുകയാണ്. ഇനിയും വളരെ വൈകിയിട്ടില്ല. നിതീഷ് കുമാറിന് ഇത് തന്നെയാണ് ഏറ്റവും ഉചിതമായ സമയം. തിരികെ വരണം എന്ന അഭ്യർത്ഥനയുമായി തേജസ്വി യാദവ് വരുമ്പോൾ ബീഹാറിൽ BJPക്ക് ചങ്കിടിപ്പാണ്. അവിടുത്തെ ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നാൽ BJP പ്രതിപക്ഷത്തേക്ക് ഇരിക്കേണ്ടി വരും. അത് കാലാകാലങ്ങളിൽ പ്രതിപക്ഷത്തേക്ക് സ്ഥിരമായി പോകുന്ന കാഴ്ചയായിരിക്കും കാണുന്നത്. നമുക്കറിയാം, UPA ഒന്നാം സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസിന് 145 സീറ്റുകളെ ഉള്ളായിരുന്നു. അന്ന് BJPക്ക് 138. BJPയെ പ്രതിപക്ഷത്തേക്ക് ആക്കിയത് ശക്തമായ അന്നത്തെ പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യകക്ഷികളുടെ മിടുക്ക് തന്നെയായിരുന്നു. ഇക്കുറിയും അത്തരത്തിലേക്ക് ഒരു മാസ്മരിക നീക്കം നടത്താൻ തന്നെയാണ് തേജസ്വി യാദവ് ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, പ്രതിപക്ഷ സ്ഥാനം കോൺഗ്രസിന് കിട്ടിയല്ലോ, ആശ്വസിക്കാമല്ലോ എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് BJPയെ താഴെ ഇറക്കാനാണ്, അല്ലാതെ പ്രതിപക്ഷത്തിരിക്കാനല്ല എന്ന മറുപടിയാണ് ഇന്ത്യ മുന്നണി കൊടുത്തിരിക്കുന്നത്.